LDF ലീഡ് ചെയ്യുന്നു. ആറ്റിങ്ങലിൽ 502 വോട്ടിന് LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടില്ല. പെട്ടെന്ന് മാറ്റണം. 502 വോട്ടിന് ആറ്റിങ്ങലിൽ LDF. അപ്പോ 2 എന്ന നിലയിലേക്ക് LDF 1 എന്ന നിലയിലേക്ക് NDA. LDFന് ആശ്വാസകരമാണ്. മെച്ചപ്പെടുത്തുമെന്ന MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകും. ഇരട്ടി സീറ്റ് എന്ന സ്വപ്നത്തിലേക്ക് LDF നടന്നെടുക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഇരട്ടി നേട്ടത്തിലേക്ക് LDF എത്തുമോ എന്നറിയാൻ ആറ്റിങ്ങൽ എന്തായാലും ഈ ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. NDAയേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ എന്നുള്ള ഒരു സാധനത്തിലേക്ക് ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. 502 സീറ്റിലാണ്. മോഹൻ ഹരി, ഇത് റിസൾട്ടിലേക്കുള്ള സൂചനയാണോ അതോ ഇനി മാറുമോ? ഇനി മാറും, ഉറപ്പായിട്ടും മാറി പറയാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇനിയും 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഫലം ഇനിയും വരാനുണ്ട്. സ്വാഭാവികമായിട്ടും മറിയും. അല്ലെങ്കിൽ വിജോയ് അത്ര കൃത്യമായ ഒരു ലീഡ് പിടിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ തുടക്കം മുതലുള്ള ട്രെൻഡ് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ലീഡിലേക്ക് അടൂർ പ്രകാശോ വിജോയോ എത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയും ലീഡ് നില മറിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന 502 നേരെ തിരിഞ്ഞും വരാം, ഇനി മറിഞ്ഞും വരാം. എന്തായാലും അങ്ങനെ ഒരു ചാഞ്ചാട്ടം എന്തായാലും ഇനി വരും മിനിറ്റുകളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. അവസാന 3 റൗണ്ടുകളിലേക്കും കൂടി എത്തിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഫലം പുറത്തു വരാനുള്ളത് 2 ലക്ഷത്തോളം വോട്ടിന്റെ ഫലമാണ് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ടത്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ റിസൾട്ട് അല്ലെങ്കിൽ സൂചനകൾ വരാനിരിക്കുന്നത് ഏത് ഭാഗത്താണ്? അത് ആർക്കനുകൂലമാണ് ഹരി? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോൾ അവസാന ഘട്ടങ്ങളിൽ വരാനുള്ളത് ഈ കാട്ടാക്കട മേഖലയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കണ്ടല മേഖലയിൽ നിന്നുള്ള വോട്ടിന്റെ ഫലങ്ങളാണ്. ഇവിടെ കോൺഗ്രസിന്റെ മുന്നേറ്റം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കഠിനംകുളം മേഖലയുണ്ട്. അവിടെ അടൂർ പ്രകാശിന് കഴിഞ്ഞ തവണ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ അതേസമയം തന്നെ വാമനപുരത്തെ ചില സ്ഥലങ്ങളിൽ കഴിഞ്ഞ തവണ സമ്പത്ത് ലീഡ് ചെയ്തിരുന്നു. നെടുമങ്ങാടും സമ്പത്തിന് ലീഡ് ലഭിച്ചിരുന്നു. കഴിഞ്ഞ തവണ നെടുമങ്ങാട് മാത്രമായിരുന്നു സമ്പത്ത് ലീഡ് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നെടുമങ്ങാടിന്റെ ഭാഗങ്ങളിൽ അവസാന റൗണ്ട്, അതായത് 14ാം റൗണ്ട് എത്തുമ്പോഴേക്കും വീണ്ടും ഒരുപക്ഷെ ജോയിക്കായിരിക്കും മുൻതൂക്കം ഉണ്ടാവുക. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നെടുമങ്ങാട്ടെ കരകുളം, ഏണിക്കര, ആറ്റിങ്ങലിലെ പുലിവിലാകം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്ഥലം കൂടിയാണ്. ഇത്തവണ വി മുരളീധരൻ എങ്ങനെയാണ് അവിടെ വോട്ട് പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതേസമയം തന്നെ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ, 15ാം റൗണ്ട് അവസാനത്തിന് തൊട്ട് മുമ്പത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ അരുവിക്കര മേഖലയിലെ ചില സ്ഥലങ്ങളുണ്ട്. കുറ്റിച്ചൽ പഞ്ചായത്തിന്റെ ഭാഗങ്ങൾ. അവിടെ കഴിഞ്ഞ തവണ 975 വോട്ടിന്റെ ലീഡ് അടൂർ പ്രകാശ് നേടിയിരുന്നു. ഇത്തവണ എവിടെയാണ് എന്നുള്ളത് കൂടി എടുക്കണം. ഒപ്പം തന്നെ വാമനപുരത്തെ ആനാട്, ചുള്ളിമാനൂർ ഭാഗങ്ങളിൽ കഴിഞ്ഞ തവണ 972 വോട്ടിന്റെ ലീഡ് അടൂർ പ്രകാശ് നേടിയിരുന്നു. അതുകൂടി ഇത്തവണ നിലനിർത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു സ്ഥലങ്ങളിലും, ഒരു ബൂത്തുകളിലും, ഒരു പ്രദേശങ്ങളിലും കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടും തുടർച്ചയായി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. മറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഗണ്യമായ കുറവാണ് വന്നത്. ജോയിക്കാണെങ്കിലും അടൂർ പ്രകാശിനാണെങ്കിലും ഇവിടെയും കുറവ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് എത്രത്തോളം കുറയും, അവിടെ ജോയിക്ക് കയറി വരാൻ സാധിക്കുമോ എന്നുള്ളത് കൂടി നോക്കിക്കാണേണ്ടതുണ്ട്. ഒപ്പം തന്നെ കണ്ടല ഭാഗം, അവസാന റൗണ്ടുകളിൽ ഒന്ന് വരുന്നത് കണ്ടല ഭാഗമാണ്. കഴിഞ്ഞ തവണ കണ്ടല ഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ 1ാമതെത്തിയിരുന്നു. അടൂർ പ്രകാശ് ആയിരുന്നു 2ാമതെത്തിയിരുന്നത്. സമ്പത്ത് 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയ സ്ഥലം കൂടിയാണ്. അതേസമയം തന്നെ വാമനപുരത്തെ ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ 2ാമത് വന്നതാണ്. അവിടെ സമ്പത്ത് ലീഡ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിമറിയാൻ പറ്റുന്ന രീതിയിൽ ആകെ കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിൽ, അനിശ്ചിതത്വം നിലനിൽക്കുന്ന അവസ്ഥയിലാണ് ആറ്റിങ്ങൽ മണ്ഡലമുള്ളത്. ലീഡ് നില ഇപ്പോഴും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ലീഡ് നിലയും 1000-ന് മുകളിലേക്കോ 1500-ന് മുകളിലേക്കോ ഒന്നും തന്നെ പോകാതെ സംസ്ഥാനത്തെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന പോരാട്ടമായി ആറ്റിങ്ങൽ മാറിക്കൊണ്ടിരിക്കുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകളാണ്, അല്ലെങ്കിൽ ഒരു അന്തിമ ഫലമാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ബാക്കി എല്ലാ മണ്ഡലങ്ങളുടെയും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്നു കഴിഞ്ഞു. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.